തന്റെ മകന്റെ പച്ചത്തലപ്പാവ് മടിയിൽ വെച്ചുകൊണ്ടുള്ള ഈ ഉമ്മയുടെ നിലവിളി ഇന്നും നമ്മുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. പെറ്റുമ്മയെക്കാളും സ്വന്തം നാടിനെ സ്നേഹിച്ച ധീരദേശാഭിമാനി കുഞ്ഞാലി മരയ്ക്കാർക്ക് എന്ത് സംഭവിച്ചു? മോനെ കുഞ്ഞാലി, എന്താണുമ്മ? എന്തൊക്കെയാണ് മോനെ ഞമ്മളീ കേക്കണത്? സാമൂതിരീന്റെ പട്ടാളവും പറങ്കിപ്പടയും അന്വേഷിച്ച് നടക്കണെന്നാണ് നാട്ടാര് പറഞ്ഞ് ഞമ്മള് കേക്കണത്. സാമൂതിരീന്റെ രാജ്യം ഇച്ച് തട്ടിയെടുക്കാൻ ശ്രമിക്കണെന്നാണ് ഇത്രേ കുറ്റം. അന്നെ പിടിച്ച് തുറങ്കിലടക്കാനും ഉത്തരവുണ്ട്. ഇന്റെ റബ്ബേ, ഞമ്മള് കേക്കണത് എന്തെങ്കിലും സത്യം ഉണ്ടാ? ഇല്ലുമ്മ, സാമൂതിരിത്തമ്പുരാൻ അങ്ങനെ കൽപ്പിക്കില്ല. ഇത് പറങ്കിപ്പടയുടെ കൽപ്പനയാണ്. ഈ കുഞ്ഞാലി അതനുസരിക്കില്ല. മോനെ കുഞ്ഞാലി, അന്നെ നമ്മൾ ഈ നാടിന് സമർപ്പിച്ചതാണെങ്കിലും ഒരു ഉമ്മാന്റെ ബേജാറ് കൊണ്ട് ചോദിക്കുകയാണ്. പറങ്കിപ്പടയായി യുദ്ധം അവസാനിപ്പിച്ച് ഈ നശിച്ച നാട് വിട്ട് എങ്ങോട്ടെങ്കിലും ഞമ്മക്ക് പോകാം. പേടിച്ചോടാൻ ഈ കുഞ്ഞാലിയെ കിട്ടില്ല. മരയ്ക്കാന്മാർ നാടിന്റെ ചാവേറാണുമ്മ. നെഞ്ചിൽ ജീവൻ തുടിക്കുന്നിടത്തോളം കാലം പിറന്ന മണ്ണിനു വേണ്ടി പോരാടും. ഉമ്മ, സാമൂതിരിത്തമ്പുരാൻ നമ്മളെ സന്ധി സംഭാഷണത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. തമ്പുരാനെ കണ്ട് നമ്മുടെ നിരപരാധിത്വം ബോധിപ്പിക്കും. പറങ്കിപ്പടയും തമ്പുരാന് ചുറ്റുമുള്ള അധികാര വ്യാമോഹികളും കൂടി തമ്പുരാനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് എന്ന് നമ്മൾ തെളിയിക്കും. എന്റെ കുഞ്ഞാലി, സൂക്ഷിക്കണം. പേടിക്കണ്ടുമ്മ, തമ്പുരാൻ നമ്മളെ ഒന്നും ചെയ്യില്ല. തമ്പുരാനുമായി സന്ധി സംഭാഷണം കഴിഞ്ഞ് മടങ്ങി വരുന്നതുവരെ ഈ പച്ചത്തലപ്പാവ് മടിയിൽ വെച്ചുകൊണ്ട് പടച്ചോനോട് മുബാറക്ക്. തമ്പുരാനുമായി സന്ധി സംഭാഷണത്തിന് പുറപ്പെടുവാൻ ഇറങ്ങിയ കുഞ്ഞാലിയെ കാത്ത് തൻ്റെ വിശ്വസ്തരായ ചിന്നാലിയും കോരനും കുങ്കനും അവരുടെ സൈന്യവും ജനങ്ങളും ഉൾപ്പെടെ 10,000-കണക്കിന് ആളുകൾ പറങ്കികൾക്കെതിരെ ആഞ്ഞടിക്കുവാൻ കുഞ്ഞാലിയുടെ ആജ്ഞയ്ക്കായി കാതോർത്തു നിന്നു. കുഞ്ഞാലി മരയ്ക്കാർ, സാമൂതിരിയുടെ സാമ്രാജ്യം! കുഞ്ഞാലി മരയ്ക്കാർ, സാമൂതിരിയുടെ സാമ്രാജ്യം! തമ്പുരാനെ, കൂടുതൽ പറങ്കിക്കപ്പലുകൾ ഈ കോഴിക്കോട് തീരെ ലക്ഷ്യമിട്ട് വരുന്നതെന്ന് ചാരന്മാർ ദൂത് നൽകിയിരിക്കുന്നു. മരക്കാർക്കോട്ട തന്നെ ആക്രമിക്കാനാണ് അത്ര അവരുടെ പരിപാടി. വീണ്ടും കടൽ തീരത്തെ കുടിലുകൾക്ക് തീയിട്ടു. പറയൂ തമ്പുരാനെ, ഞങ്ങൾ എന്ത് ചെയ്യണം? പറങ്കിക്കപ്പലുകൾ തുറമുഖമെടുക്കുന്നതിന് മുമ്പായി കടലിൽ ചെന്ന് ആക്രമിപ്പേ. കോരനും കുങ്കനും അതിന്റെ ദൗത്യമേറ്റെടുക്കും. ഇവരുടെ കണ്ണുവെട്ടിച്ച് തുറമുഖമെടുക്കുന്ന കപ്പലുകളെ ചിന്നാലിയും സംഘവും ആക്രമിക്കും. കോഴിക്കോടിന്റെ ധീരന്മാരായ മക്കളെ, പറങ്കിപ്പടയ്ക്കെതിരെ സന്ധിയില്ലാ സമരം നാം പ്രഖ്യാപിക്കും. ഇന്നാട്ടിൽ സൂര്യൻ ഉദിക്കുന്നതും പക്ഷി ചലയ്ക്കുന്നതും ഇംഗ്ലീഷുകാരന്റെ അനുവാദത്തോടു കൂടിയാകരുത്. നാം നൽകിയ സ്നേഹവും വാത്സല്യവും മുതലെടുത്തുകൊണ്ട് നമ്മുടെ സമ്പത്തും സംസ്കാരവും എന്തിന് കണ്ണീരും പൂവുമായി ദേവപാദത്തിൽ കാണിക്ക വെച്ച് ഈ രാജ്യം തന്നെ തട്ടിയെടുക്കാൻ കാത്തു നിൽക്കുകയാണവർ. ആത്മാഭിമാനവും സ്വാതന്ത്ര്യവും ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴൊക്കെ ലോകത്തെല്ലാ രാജ്യങ്ങളിലും സംഘർഷമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടിനി ശത്രുവിന്റെ ഹൃദയം നടുക്കുന്ന സിംഹഗർജനത്തോടെ പടയ്ക്കൊരുങ്ങുക തന്നെ. വാൾപ്പിടിയിൽ കരമമർത്തി നെഞ്ചിൽ ചുടുചോര തിളപ്പിച്ച് നിൽക്കുന്ന 10,000-കണക്കിന് വരുന്ന നിങ്ങൾ ഓരോരുത്തരെയും നയിച്ചുകൊണ്ട് നമ്മളിതാ പടക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഈ രാജ്യം നമ്മുടേതാണ്, നമ്മുടേതു മാത്രം.
ഞാൻ പിറന്ന ഈ നാട് സത്യം, എന്നെ പറ്റിയ ഉമ്മ സത്യം. പറങ്കിപ്പടയെ ഇന്നാട്ടിൽ നിന്നും നമ്മൾ തുടച്ചെറിഞ്ഞിരിക്കും. ചെല്ലിൻ, പറങ്കിപ്പടയ്ക്കെതിരെ ആയുധമെടുത്ത് പോരാടിൻ. കുഞ്ഞാലി മരക്കാർ, സാമൂതിരിയുടെ സാമ്രാജ്യം. കുഞ്ഞാലി മരക്കാർ, സാമൂതിരിയുടെ സാമ്രാജ്യം. Mr. Tamburan, where is Kunchali Marikar? I want him alive. ഞങ്ങൾക്ക് കൂഞ്ചാലി മാരിക്കാരെ വേണം. കൂഞ്ചാലി മാരിക്കാരെ പിടിക്കാൻ ആർമി റെഡിയാണ്. Then why this treaty? ഞങ്ങൾക്ക് സന്ധി സംഭാഷണം വേണ്ട. കൂഞ്ചാലി മാരിക്കാരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. അത് നടപ്പില്ല സാഹിബേ. സന്ധി സംഭാഷണത്തിനാണ് നാം കുഞ്ഞാലിയെ വിളിപ്പിച്ചിരിക്കുന്നത്, അല്ലാതെ പിടിച്ചു കെട്ടാനല്ല. What, Mr. Tamburan? Mr. Minister, what you people agreed with us? തമ്പുരാനെ, എത്ര സൈന്യം ഇറങ്ങിയാലും കുഞ്ഞാലി മരക്കാരെ പിടിക്കുക അസാധ്യമാണ്. അങ്ങേക്കറിയാമോ, അവൻ പുറത്തുള്ളപ്പോൾ അങ്ങയുടെ സിംഹാസനം പോലും സുരക്ഷിതമല്ല. അങ്ങേക്കുള്ളതിലും ജനപിന്തുണ ഇന്ന് കുഞ്ഞാലി മരക്കാർക്കുണ്ട്. അങ്ങയുടെ അനുവാദം പോലും ചോദിക്കാതെ, നമ്മുടെ ഒരു സൈനികനെ പോലും ഉപയോഗിക്കാതെ കുഞ്ഞാലി മരക്കാർ പറങ്കികൾക്കെതിരെ യുദ്ധം ചെയ്ത് ജയിച്ചു. ഇത് അങ്ങേക്ക് ആപത്താണ്. നാളെ ഇവൻ നമുക്കെതിരെ യുദ്ധം ചെയ്യില്ല എന്ന് എന്താണ് ഉറപ്പ്? മഹാമന്ത്രി, അങ്ങ് എന്താണ് ഈ പറയുന്നത്? സത്യമാണ് തിരുമനസേ. കുഞ്ഞാലി വരുമ്പോൾ അവനെ പിടിച്ചു കെട്ടാൻ സൈന്യത്തിന് ഞാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. What, Mr. Tamburan? What's going on here? We need Kunjali Marikar. എന്ത്? ആരാണത്? ഞമ്മളാണ് തമ്പുരാനെ, മരക്കാർ കോട്ടയിലെ കുഞ്ഞാലി മരക്കാർ. നിന്നെ ആരും തടഞ്ഞില്ലേ? ആരൊക്കെയോ തടഞ്ഞു, പക്ഷേ കുഞ്ഞാലി അതൊന്നും വകവെച്ചില്ല. എന്നിട്ട് കോട്ടമതിൽ ചാടിക്കടന്നു. Mr. Kunjali, നീ സായിപ്പേ, അങ്ങ് സന്ധി സംഭാഷണത്തിന് ക്ഷണിച്ചതിനാലാണ് ഞമ്മളെത്തിയത്. ഈ പറങ്കി സാഹിബിനോട് ഇവിടെ നിന്നും പോകാൻ പറയൂ. കുഞ്ഞാലി, ഇവർ എന്റെ അതിഥികളാണ്. അതിലുപരി കച്ചവടത്തിലും ഭരണത്തിലും ഇനി അങ്ങോട്ട് നമ്മുടെ സഹയാത്രികരും. അവരോട് പോകാൻ പറയാൻ നിനക്കെന്തധികാരം കുഞ്ഞാലി? ഇവരുമായുള്ള ബന്ധം നമ്മൾ അനുവദിക്കില്ല തമ്പുരാനെ. എന്തുകൊണ്ട്? ആര്യാവർത്തത്തിന്റെ മുകൾപ്പറ്റ ഈ നാട് വിദേശികളുടെ ചെരുപ്പിനടിയിലെ പൂഴിമണ്ണാക്കാൻ നെഞ്ചിൽ ജീവൻ തുടിക്കുന്നിടത്തോളം കാലം ഈ കുഞ്ഞാലി മരക്കാർ അനുവദിക്കില്ല. ഈ ബന്ധം അങ്ങയുടെ നന്മയ്ക്കല്ല തമ്പുരാനെ. നന്മ ഉപകാര സ്മരണയില്ലാത്ത ജനത്തെക്കാളും എത്രയോ ഭേദമാണ് കുഞ്ഞാലി ഈ പറങ്കികൾ. നാവ് പിഴുതെടുക്കപ്പെട്ടവന്റെ മൗനത്തിന് ഉപകാര സ്മരണയില്ലായ്മ എന്ന് പറയരുത് തമ്പുരാൻ. തമ്പുരാനെ, ഇവൻ നമ്മുടെ ആനവാൽ മോഷ്ടിച്ചു. പൗരപ്രമാണിമാരോട് അപമര്യാദയായി പെരുമാറി. എന്തൊക്കെയാണ് കുഞ്ഞാലി ഇത്? ഇല്ല തമ്പുരാനെ, കുഞ്ഞാലി അത് ചെയ്തിട്ടില്ല. ആനവാൽ മോഷ്ടിക്കാനായിരുന്നെങ്കിൽ കുഞ്ഞാലിക്ക് അത് എന്നെ ആവാമായിരുന്നു. പക്ഷേ കുഞ്ഞാലിക്ക് അതിന്റെ ആവശ്യമില്ല. മിസ്റ്റർ കുഞ്ചാലി, നീ ഞങ്ങളുടെ സൈന്യത്തെ ആക്രമിച്ചു, കപ്പലുകൾ തകർത്തു, കച്ചവട സാധനങ്ങൾ കവർച്ച ചെയ്തു. കുഞ്ഞാലി, നിനക്ക് ഞാൻ ആവശ്യത്തിലധികം സ്വാതന്ത്ര്യവും സ്ഥാനമാനങ്ങളും തന്നു. പക്ഷേ
നീ നമ്മുടെ സിംഹാസനം തന്നെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നു. ഇതൊരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണ്. ഇത് നമ്മൾ അനുവദിക്കില്ല. അതേ തമ്പുരാനെ, ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റ്. 12 പറങ്കിക്കപ്പലുകൾ പിടിച്ചടക്കി ഒന്നാം തരം ഒരു സിംഹാസനം കൈക്കലാക്കി. എന്തിന്? പറങ്കിക്കപ്പിത്താന്റെ കഴുത്തറത്ത് പായ്മരത്തിൽ കെട്ടിത്തൂക്കി. ഇതിൽ പരമൊരു ധിക്കാരമുണ്ടോ തമ്പ്രാൻ? മിസ്റ്റർ തമ്പുരാൻ, അവന്റെ അഹങ്കാരം കണ്ടു. മിസ്റ്റർ കുഞ്ചാലി, കൂൾ ഡൗൺ. ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. നീ ഞങ്ങളോട് യുദ്ധം ചെയ്യാതിരുന്നാൽ നീ ചോദിക്കുന്ന എന്തും നിനക്ക് ഞങ്ങൾ തരും. നിന്നെ ഇവിടുത്തെ ഞങ്ങളുടെ ഗവർണറാക്കാം, ഇല്ലെങ്കിൽ നേവൽ കമാൻഡറാക്കാം. സായിപ്പേ, എന്ത്? ആരവിടെ? ഇവനെ പിടിച്ചു കിട്ടി. വരീരടാ, ഈ കുഞ്ഞാലി മരക്കാർക്കെതിരെ ആയുധമുയർത്താൻ നെഞ്ചുറപ്പുള്ളവന്മാരുണ്ടെങ്കിൽ കേറി വരീരടാ. മിസ്റ്റർ കുഞ്ചാലി, നിനക്ക് ബുദ്ധിയില്ല കുഞ്ചാലി. നീ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിൽ ആണ്. സന്ധി സംഭാഷണം. നിന്നെ പിടിച്ചു കെട്ടാൻ ഇതല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു കുഞ്ഞാലി. ചതിയാ, പിറന്ന മണ്ണിനെ ഒറ്റുകൊടുത്ത നായേ. എടോ സായിപ്പേ, ഒരു കുഞ്ഞാലി മരക്കാർക്ക് പകരം 1000 കുഞ്ഞാലി മരക്കാന്മാർ നാട്ടിൽ ഉയർത്തെഴുന്നേൽക്കും. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ അധപ്പതനം ഞാൻ കാണുന്നു സായിപ്പേ. എന്റെ നാടിന് സ്വാതന്ത്ര്യം കിട്ടുന്ന നാളുകൾ അധികം വിദൂരമല്ല. തമ്പുരാനെ, ഇത്രയുമൊക്കെ ആയിട്ടും അവന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഇവന് വധശിക്ഷ തന്നെയല്ലേ നൽകേണ്ടത്? മഹാമന്ത്രി, ഇവൻ പൊറുക്കാനാവാത്ത തെറ്റാണ് ചെയ്തിരിക്കുന്നതെങ്കിലും ഇവന്റെ ശിക്ഷയുടെ കാര്യം വൈസ്രോയുടെ കച്ചേരി തീരുമാനമെടുക്കട്ടെ. മിസ്റ്റർ കുഞ്ചാലി, നിനക്ക് ഓരോ ചാൻസ് കൂടി തരാം. ആലോചിക്കൂ. നിന്നെ ഞാൻ നേവൽ കമാൻഡറാക്കാം. പക്ഷേ സായിപ്പേ, കഴുമരത്തിൽ കിടക്കുമ്പോഴും അവസാന ശ്വാസം വരെ ശബ്ദം പൊട്ടുമാർ ഉച്ചത്തിൽ എന്റെ നാട്, എന്റെ നാട് എന്ന് വിളിച്ചു പറയുന്ന ധീരദേശാഭിമാനികളുടെ നാടാണ് സായിപ്പേ നമ്മുടേത്. കഴുമരത്തിലേക്ക് കയറി വീരമൃത്യു വരിക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ പിറന്ന മണ്ണിനെ അനക്ക് നമ്മൾ ഒറ്റ തരൂല്ല സായിപ്പേ. മിസ്റ്റർ തമ്പുരാൻ, കുഞ്ചാലി മാരക്കാരെ ഞങ്ങൾ കൊണ്ടുപോകുന്നു. Take him. തമ്പുരാനെ, ഇക്കാലമത്രയും അങ്ങയുടെ ജീവനും സമ്പത്തിനും സാമ്രാജ്യത്തിനും കാവല് നിന്ന ഞമ്മളോടിത് വേണ്ടായിരുന്നു. അങ്ങനെ സന്ധി സംഭാഷണം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി പറങ്കികൾ കുഞ്ഞാലി മരക്കാരെ ചതിച്ചു കീഴ്പ്പെടുത്തി ഗോവയിൽ കൊണ്ടുപോയി പറങ്കികൾക്കെതിരെ യുദ്ധം ചെയ്ത കുറ്റത്തിന് വൈസ്രോയുടെ കോടതി കുഞ്ഞാലി മരക്കാർക്ക് വധശിക്ഷ വിധിച്ചു. എന്റെ തമ്പുരാനെ, ഈ ധീരയോദ്ധാവിന് ശിക്ഷ നടപ്പാക്കാൻ മാത്രം ഈ കരങ്ങൾ എന്ത് പാപം ചെയ്തു? ഈ മഹാപാപം ചെയ്യാനാണോ എന്നെ ഇത്രയും കാലം ജീവിപ്പിച്ചത്? താങ്കൾക്ക് അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ? പറങ്കിപ്പടകൾ തുലയട്ടെ, സാമൂതിരിയുടെ സാമ്രാജ്യം നീണാൽ വാഴട്ടെ.